യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞത് കാരണം വരുമാനം കുത്തനെ ഇടിഞ്ഞതിന് പിന്നാലെ ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും വേതനം ഗണ്യമായി വെട്ടിക്കുറച്ചിരിക്കുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. KSRTC നടപ്പിലാക്കുന്ന സൗജന്യ യാത്രാ ആനുകൂല്യങ്ങളും മറ്റും സ്വകാര്യ ബസ്സുകളുടെ ദൈനംദിന കളക്ഷനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. വരുമാനം ഇങ്ങനെ കുത്തനെ കുറഞ്ഞതോടെ അതിന്റെ ആഘാതം ഇപ്പോൾ നേരിട്ട് അനുഭവിക്കുന്നത് ബസ്സിലെ ജീവനക്കാരാണ്. നേരത്തെ 1200 രൂപ വരെ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പലർക്കും 600 മുതൽ 800 രൂപ മാത്രമാണ് ദിവസക്കൂലിയായിട്ട് ലഭിക്കും. ഇതിനോടകം പല സ്വകാര്യ ബസ്സുകളും G-ഫോം നൽകി സർവീസ് നിർത്താൻ ഒരുങ്ങുകയാണ്. സർവീസുകൾ ലാഭകരമല്ലാത്ത സാഹചര്യത്തിൽ ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് ആശ്വാസമായി ഓർഡിനറി ബസ്സുകളുടെ സമയം പുനഃക്രമീകരിക്കാൻ ഒരുങ്ങുകയാണ് KSRTC. സ്വകാര്യ ബസ്സുകളുമായി മത്സരിച്ച് ഓടിയിരുന്ന റൂട്ടുകളിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത വിധത്തിൽ ഓർഡിനറി ബസ്സുകളുടെ ഷെഡ്യൂൾ പുനഃക്രമീകരിക്കാനാണ് KSRTCയുടെ നീക്കം. സ്വകാര്യ ബസ്സുകൾക്കും യാത്രക്കാരെ കിട്ടുന്ന വിധത്തിൽ KSRTC ബസ്സുകളുടെ യാത്രാ സമയത്തിൽ 5 മുതൽ 10 മിനിറ്റ് വരെ മാറ്റം വരുത്താനാണ് തീരുമാനം. 3125 KSRTC ഓർഡിനറി ബസ്സുകളിലാണ് ഇപ്പോൾ സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ളത്. അതിൽ 40% ഷെഡ്യൂളുകൾ സ്വകാര്യ ബസ്സുകാരെ ബാധിക്കുന്ന വിധത്തിലാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. വരുമാനം പരമാവധി ഉയർത്താനുള്ള നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ ഷെഡ്യൂളുകളാണ് ഇപ്പോഴുള്ളത്. ചില റൂട്ടുകളിൽ യാത്രക്കാരെ കിട്ടാൻ സ്വകാര്യ ബസ്സുകളുമായി മത്സരിച്ചോടിയിരുന്നു. റൂട്ട് കോൺഫറൻസുകളിൽ സ്വകാര്യ ബസ്സുകാരുമായി തർക്കിച്ച് കൂടുതൽ യാത്രക്കാരെ കിട്ടുന്ന സമയവും KSRTC സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. യാത്രക്കാരുള്ള സ്വകാര്യ ബസ്സുകൾക്ക് മുന്നിൽ KSRTC ഓർഡിനറി ബസ്സുകൾ കയറ്റി ഓടിക്കുന്ന ഒരു പ്രവണതയും നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വരുമാന നഷ്ടമുണ്ടാകുന്നു എന്നാരോപിച്ച് വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ജൂലൈ 1 മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുമെന്ന് അറിയിച്ച് ബസ് ഉടമകൾ ജില്ലാ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും നടത്തി. INTUC, CETU, AITUC തുടങ്ങി പ്രമുഖ തൊഴിലാളി സംഘടനയിൽപ്പെട്ട നൂറുകണക്കിന് ബസ് ജീവനക്കാർ ഈ സമരത്തിൽ പങ്കെടുത്തു. ജില്ലയിൽ സർവീസ് നടത്തുന്ന 300 സ്വകാര്യ ബസ്സുകളിൽ 160 ഓട്ടം നിർത്തുന്നതായി കാണിച്ച് മോട്ടോർ വാഹന വകുപ്പിന് G-ഫോം സമർപ്പിച്ചു. സ്വകാര്യ ബസ് മേഖലയെ കൂടി സർക്കാർ പരിഗണിക്കണം എന്നാണ് അവരുടെ ആവശ്യം. ഗതാഗത മന്ത്രി ഇപ്പോൾ ചോദിക്കുന്നത് സ്വകാര്യ ബസ്സുകളിലും പരസ്യം ചെയ്തുകൂടെ എന്നൊക്കെയാണ്. സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് ഇതര വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തേടുന്നതിനൊപ്പം KSRTCയുടേതിന് സമ്മാനമായി പരസ്യം ചെയ്യാനുള്ള സാധ്യത ഉൾപ്പെടെ പരിശോധിക്കും. സമരക്കാരുമായി ചർച്ച നടത്തുമെന്നും സർവീസ് നിർത്തരുത് എന്നുമാണ് അഭ്യർത്ഥനയെന്നും മന്ത്രി പറയുന്നു. സ്വകാര്യ ബസ്സുകളുമായി മത്സരത്തിന് KSRTCക്ക് താല്പര്യമില്ലെന്നും പ്രതിസന്ധിയുള്ള റൂട്ടുകളിൽ ആവശ്യമായ മാറ്റം കൊണ്ടുവരാൻ തയ്യാറാണെന്നും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറയുന്നുണ്ട്. നികുതി കുറച്ചതുൾപ്പെടെ സ്വകാര്യ ബസ് ഉടമകൾക്ക് അനുകൂലമായുള്ള തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾക്ക് സർക്കാർ നികുതി പകുതിയാക്കി നൽകി. ഏതാണ്ട് 50,000 രൂപ ഒരു വർഷം ഇതുവഴി കുറഞ്ഞു കിട്ടും. ഇനി എന്തെല്ലാം ചെയ്യാൻ ആകുമെന്ന കാര്യത്തിൽ ആലോചന നടക്കുകയാണ്. ഇവർക്ക് ബസ്സുകളിൽ പരസ്യം ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം പരിശോധിക്കും. KSRTC നിലവിൽ പരസ്യം ചെയ്യുന്നുണ്ട്. സ്വകാര്യ ബസ്സുകൾക്ക് അത് പാടില്ല എന്ന് നിയമം ഇല്ല. ടിക്കറ്റ് ഇതര വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തേടുകയാണ്. മുമ്പ് കാർഗോ സർവീസ് ഉണ്ടായിരുന്നു. നിലവിൽ ബസ് കാർഗോ ഇല്ല. അത് തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാമെന്നും മന്ത്രി പറയുന്നുണ്ട്. നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ KSRTC എന്ന പൊതുഗതാഗത സംവിധാനത്തെ തന്റെ ഭരണപരമായ കഴിവ് ഉപയോഗപ്പെടുത്തി നല്ല വഴിക്ക് കൊണ്ടുവന്ന ഒരാളായിരുന്നു മുൻ ഗതാഗത മന്ത്രിയായിരുന്ന KV ഗണേഷ് കുമാർ. അന്ന് ഈ പ്രൈവറ്റ് ബസ്സിലെ ജോലിക്കാർക്കും മുതലാളിമാർക്കും അദ്ദേഹത്തോട് ദേഷ്യമായിരുന്നു. ഗണേഷ് കുമാർ തോറ്റപ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത് നമ്മളെല്ലാം കണ്ടതുമാണ്. എന്തായാലും പ്രിയദർശിനി എന്ന പേരിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നടപ്പിലാക്കിയത് മുതൽ കേരളത്തിലെ പ്രൈവറ്റ് ബസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവിതം അങ്ങേയറ്റം പ്രതിസന്ധിയിലാണ്. തിങ്ങി നിറഞ്ഞു പോയിക്കൊണ്ടിരുന്ന മിക്ക ബസ്സുകളും ഇന്ന് ആളുകൾ യാത്ര ചെയ്യാനില്ലാതെ കാലിയാണ്. ഇങ്ങനെ പോയാൽ ഒരു മാസം കൊണ്ട് ഒട്ടുമിക്ക ബസ്സുകളും കട്ടപ്പുറത്താകും. അതോടൊപ്പം തൊഴിലാളികളും പട്ടിണിയിലാകും. ഓട്ടം നഷ്ടത്തിലായാൽ 3 മാസം കൂടുമ്പോൾ സർക്കാരിലേക്ക് കൊടുക്കേണ്ട ടാക്സ്, എടുത്തിരിക്കുന്ന ലോണിന്റെ അടവ്, ഇൻഷുറൻസ്, ഫിറ്റ്നസ്, ഇന്ധനം, തൊഴിലാളികളുടെ ശമ്പളം ഒക്കെ കൊടുക്കാൻ പറ്റാതെ വരും. സുഖമായി ഓടിയിരുന്നപ്പോൾ അങ്ങേയറ്റം അഹങ്കാരം കാണിച്ചിരുന്ന ആളുകളാണ് ഈ സ്വകാര്യ ബസ്സുകാർ എന്നത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ ഇവരുടെ സമരത്തെയോ ഇല്ലായ്മ പറച്ചിലിനെയോ കരച്ചിലിനെയോ പിന്തുണക്കാനും ആളുകൾ കുറവാണ്. രാവിലെ 7 മണിക്ക് മുതൽ രാത്രി വരെ റോഡുകളിൽ നിരന്തരം ഹോണടിച്ച് ചീറിപ്പായുകയും റോഡിന്റെ നടുക്ക് നിർത്തി ആളെ കയറ്റുകയും ചെയ്തിരുന്ന ഇവരോട് പൊതുജനത്തിന് പുച്ഛം തന്നെയാണ്. എന്നാലും ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ, അവരുടെ വരുമാനം ഇല്ലാതാകുമ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും വേണം. സൗജന്യ യാത്രയുടെ റൂട്ടുകളും സമയവും മാറ്റി നിശ്ചയിച്ച് പ്രൈവറ്റ് ബസ്സുകൾക്ക് കാര്യമായ നഷ്ടം ഇല്ലാത്ത രീതിയിലാക്കിയാൽ അത് അവർക്ക് വലിയ ആശ്വാസമായിരിക്കും. ഇനിയെങ്കിലും മാന്യമായി ബസ് ഓടിച്ച് യാത്രക്കാരുമായും വഴിയിൽ പോകുന്ന മറ്റ് വാഹനങ്ങളുമായും സഹകരിച്ച് മുന്നോട്ട് നീങ്ങുക. പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ ഓടണം എന്നതിന്റെ ഏറ്റവും വലിയ ആവശ്യക്കാർ അതിന്റെ മുതലാളിമാരും തൊഴിലാളിമാരും തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ യാത്രക്കാർ. ഏറെ നാൾ നീണ്ടുനിന്ന ബസ് സമരങ്ങളെല്ലാം ഇവിടെ പൊളിഞ്ഞു വീഴുന്നതും നമ്മളൊക്കെ കണ്ടിട്ടുമുണ്ട്.